എന്റെ വീടിന്റെ അടുത്തുള്ള താത്തമാരൊക്കെ ഈ ഒരു നോമ്പ് കാലത്ത് മാത്രമാണ് ഈ ഒരു വിഭവം ഉണ്ടാക്കാറുള്ളത്. എന്റെ കയ്യിൽ തേങ്ങേന്റെ 2ാം പാലാണുള്ളത്. 1ാം പാല് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഇതാ ചൂടായി ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. സേമിയം ചേർത്ത് കൊടുക്കണം. അപ്പൊ വറക്കണമെങ്കിൽ വറക്കണ്ടെങ്കിൽ വറക്കണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം നോക്കണം കേട്ടോ. ഹാഫ് വേവൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര ചേർക്കാം. മധുരമൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ. കുറച്ച് ഏലക്കായും കൂടി പൊടിച്ച് ചേർക്കണേ. പഞ്ചസാര കൂട്ടി പൊടിച്ചതാട്ടോ. ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണ്ട കേട്ടോ. ഇനി ഒന്ന് തിളക്കട്ടെ. 240 ml റവയാണ്. അത് കുറച്ചായിട്ട് കട്ട കെട്ടാതെ ഇങ്ങനെ ഇട്ടുകൊടുക്കണേ. അതേപോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ഒന്നിങ്ങോട്ട് തിളച്ചാൽ തന്നെ വേവും. ഇനി ഇതാ ആദ്യം എടുത്തിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാലില്ലേ, 1ാം പാല്, അത് കുറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കട്ടോ. വറവിട്ടെടുക്കണം. നെയ്യാണ് ഒഴിക്കണേ. വലിയ ഉള്ളിയാണ് ആദ്യം തന്നെ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇനിയിപ്പോ നമുക്ക് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കട്ടോ. വറുത്ത് വെച്ചിട്ടുള്ള ഈ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതാ കരിക്കഞ്ഞിക്കാണ്ട് ഒഴിച്ചെടുക്കാൻ കേട്ടോ. ഇപ്പൊ വരുന്നൊരു വാസന ഉണ്ട് എൻ്റെ അമ്മ. ആ ഒരു പഴയ ഓർമ്മ. ഇതാണ് തരിക്കഞ്ഞി കേട്ടോ. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള നോമ്പ് വിഭവമാണ്.